ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പാദവാർഷിക പരീക്ഷയിൽ 6ാം ക്ലാസ്സിലെ താരീഖിൽ നിന്ന് 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാകുക. അപ്പോൾ ഓരോ പാഠത്തു നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ഈ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചന നടന്നത് എവിടെ വെച്ചായിരുന്നു? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചായിരുന്നു. ഇനി നബി സല്ലല്ലാഹു എന്തിനു വേണ്ടിയാണ് അവിടെ യോഗം ചേർന്നത്? അതെ, ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഖലീഫ എന്ന് തീരുമാനിക്കാനായിരുന്നു അവിടെ യോഗം ചേർന്നത്. ഇനി ആരാണ് ഒന്നാമത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഒന്നാമത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തത്. ആരാണ് ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത്? അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ബൈഅത്ത് ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നാണെന്ന് ചോദിച്ചാൽ എത്ര? ക്രിസ്താബ്ദം 573 സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യത്തെ പേരെന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൽ കഅബ എന്നാണ് പേര്. ആദ്യത്തെ പേര് അബ്ദുൽ കഅബ എന്നുള്ള പേര് മാറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ട് എന്ത് പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതെന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹ് എന്നാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ പേര് അബ്ദുൽ കഅബ. ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മാറ്റിയത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പേര് അബ്ദുല്ലാഹ് എന്നാണ്. ഈ സിദ്ദീഖ് എന്നുള്ളത് എന്താ? സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേരാണ് സിദ്ദീഖ് എന്നുള്ളത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് അബ്ദുല്ലാ എന്നാണ്. ആദ്യത്തെ പേര് അബ്ദുൽ കഅബ, സ്ഥാനപ്പേരാണ് സിദ്ദീഖ് എന്നുള്ളത്. പിന്നെ അബൂബക്കർ എന്നുള്ളത് ഓമൻ പേരാണ്. ഈ 5 ശരിക്കും പഠിക്കുക. അത് ഒന്നെന്താ? പുരുഷന്മാർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ചോദ്യം ഉണ്ടാകും, പുരുഷന്മാർ ആദ്യം സ്വീകരിച്ചത് ആര്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയുടെ ഉമ്മത്തിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതെ, നബി തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. അല്ലേ, ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം കണ്ടോ, ഖലീഫ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണാധികാരി. ബൈഅത്ത് എന്ന ഖലീഫയെ അംഗീകരിച്ചു കൊണ്ടുള്ള പ്രതിജ്ഞ. ഈ രണ്ടും ചെയ്യുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രണ്ടാമത്തെ പാഠം ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് ഈ കോളം എല്ലാവരും ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ഭരണകാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം ആണ്. ഇപ്പോൾ ഹിജ്റ 11 മുതൽ 13 വരെയാണ്. ഹിജ്റ 11 മുതൽ 13 വരെ, അതായത് 2 വർഷം 3 മാസം 8 ദിവസം. ഇതെല്ലാവരും ഒന്ന് പഠിക്കുക. പ്രധാന നേട്ടങ്ങൾ, ഈ വർഷത്തിനിടയിലുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ സമാഹരണം. ഒന്നാമത്തെ നേട്ടം ഖുർആൻ സമാഹരണം. 2 സകാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം. 3 കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. ഇനി വഫാത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്ത് ഹിജ്റ 13 ജുമാദുൽ ആഖിറ 22, അതായത് ക്രിസ്താബ്ദം 634. ഈ ഡേറ്റുകളൊക്കെ എല്ലാവരും നന്നായി ഓർമ്മിച്ച് വെക്കുക. ഈ മഖ്ബറ എവിടെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ തൊട്ടടുത്ത് ഹുജ്റത്തു ഷരീഫിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയുള്ളത്. ഇനി ഖുർആൻ സമാഹരണം എന്ന ഇത് കണ്ടോ, അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: ഹിജ്റ 12-ാം വർഷം നടന്ന യമാമ യുദ്ധം. അപ്പോൾ യമാമ യുദ്ധം നടന്ന വർഷം ഏത്? അപ്പോൾ ഹിജ്റ 12. അതിൽ നിരവധി ഹാഫിദുകളായ ഷഹീദായി, അല്ലേ, സഹാബികളായ ഹാഫിദുകൾ ഷഹീദായി. ചിലപ്പോൾ പൂരിപ്പിക്കാനുണ്ടാവും, യമാമ യുദ്ധത്തിൽ ഷഹീദായി. അതിൽ നിരവധി ഹാഫിദുകൾ ഷഹീദായി. ഖുർആൻ സമാഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ സമാഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്തായിരുന്നു? അപ്പോൾ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യുകയോ? ഖുർആൻ സമാഹരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതായത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ച സ്വഹാബി ആരാ? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലുണ്ടായിരുന്ന കള്ളപ്രവാചകന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹ, അസ്വദുൽ അനസി, സജാഹ്. 4 ആളുകളാണ്. ഇവരാണ് പ്രധാനപ്പെട്ട കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിൽ നായകനായിരുന്നു ആരായിരുന്നു നേതൃത്വം കൊടുക്കുന്നത്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെതിരെ പോരാട്ടം നടത്തിയ, അതിന് നേതൃത്വം നൽകിയ
നായകനായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഇത് എവിടെ വെച്ചാണ് നടന്നത്? യമാമയിൽ വെച്ചാണ് നടന്ന യുദ്ധമാണ് ഈ യുദ്ധം. പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ് ആര്? അടുത്തൊരു ചോദ്യം ഉണ്ടാകും. പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ. അതിനുശേഷം പ്രവാചകന്മാർ ഇല്ല. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്നത് ആരാണ്? ആരാ ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ശ്രദ്ധിക്കണം. മുർത്തദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കാണ് മുർത്തദ് എന്ന് പറയുക. ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്കാണ് ഹാഫിളുകൾ എന്ന് പറയുക. ഇനി എല്ലാവരും മൂന്നാമത്തെ പാഠം ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. രണ്ടാമത്തെ ഖലീഫ ആരാണ്? അപ്പോൾ എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖലീഫ ആര്? അപ്പോൾ ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്ത് ഏൽപ്പിച്ച് കൊണ്ടുള്ള എഴുത്ത് ലഭിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഭാരമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഭാരമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. ഈ പറഞ്ഞത് ആരാണ്? അപ്പോൾ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടാകും. ആമുർ റമാദ്. ആമുർ റമാദ് എന്നാൽ എന്ത്? എന്താ ഉത്തരം? ഹിജ്റ 18 അറേബ്യയിൽ കഠിനമായ വളർച്ച അനുഭവപ്പെട്ടു. ഈ കഠിന വളർച്ച കാലം ആമുർ റമാദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്ര ഷോർട്ടാക്കിയിട്ട് എന്ത് ഉത്തരം എഴുതിയാൽ മതി. വേറൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. അറേബ്യയിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? എന്താ ചെയ്തത്? അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചുയർത്തി അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു, ദുആ ചെയ്തു. രാത്രി കാലങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുന്ന ഖലീഫ ഭരണാധികാരി ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. രാത്രി കാലങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുന്ന ഖലീഫ ഭരണാധികാരി. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളേ, അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ? ഈ പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ലം റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞതാണ്. ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്ത്? എന്താ ചോദിച്ചത്? അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ? ചോദ്യം. ഭരണകർത്താക്കൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എന്തൊക്കെയുണ്ട്? ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുക, കരുണയും സഹാനുഭൂതിയും കാണിക്കുക, അധികാരത്തിലിരിക്കുമ്പോഴും വിനയം മുറുകെ പിടിക്കുക, ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുക. ഇനി അടുത്ത പേജിൽ പ്രധാനപ്പെട്ട 2 വാക്കുകളുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കുക. ആമുർ റമാദ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ക്ഷാമ വർഷത്തിനേക്കാണ് ആമുർ റമാദ് എന്ന് പറയുക. ജിസിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നികുതി സമ്പ്രദായത്തിനേക്കാണ് ജിസിയ എന്ന് പറയുക. ഇനി 4ാമത്തെ പാഠം എല്ലാവരും നോക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്താണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്ര ചോദിച്ചാൽ എന്ത് എഴുതണം? ഹിജ്റ 13 മുതൽ 23 വരെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെത് 11 മുതൽ 13 വരെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ 13 മുതൽ 23 വരെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണവർഷം. ഇനി ഈ പാരഗ്രാഫ് നന്നായി ശ്രദ്ധിക്കാം കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമായി സൈനിക രജിസ്റ്റർ സംവിധാനം കൊണ്ടുവന്നതാണ്. രണ്ടാമത്തെ ബൈത്തുൽ മാൽ. മൂന്നാമത്തെ ധാന്യ സംഭരണശാലകൾ സ്ഥാപിച്ചു. 4ാമത്തെ ഹിജ്റ കലണ്ടർ. ഈ 4 കാര്യങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? ഒന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇനി ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് കീഴിൽ വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ്. ഇന്നത്തെ ഇറാന്, ഇറാഖൊക്കെ അടങ്ങുന്ന രാജ്യങ്ങളാണ് പഴയ പേർഷ്യ. പിന്നെ ഷാം, സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലെബനാൻ, ഈ രാജ്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഷാം. പേർഷ്യയും ഷാം, പിന്നെ ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിന് കീഴിൽ വന്ന രാജ്യങ്ങളാണ്.
ഇനി ഏതൊരു യുദ്ധത്തിലാണ് റോമക്കാരെ പരാജയപ്പെടുത്തിയത്? ഏത് യുദ്ധത്തിലാണ്? യർമൂക്ക് യുദ്ധത്തിലാണ് റോമക്കാരെ പരാജയപ്പെടുത്തിയത്. പിന്നെ ഒരു ചോദ്യം, ഖാദിസിയ യുദ്ധത്തിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാദിസിയ യുദ്ധത്തിൽ നേതൃത്വം നൽകിയത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി ഇറാഖ് ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നത് ഏത് യുദ്ധത്തിലൂടെയാണ്? അത് ഖാദിസിയ യുദ്ധത്തിലൂടെയാണ്. ഈജിപ്ത് ഇസ്ലാമിന് കീഴിൽ വന്നത് ഏത് വർഷം? ഹിജ്റ 20-ലാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ത് ഇസ്ലാമിൻ്റെ ഭരണത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് ചെയ്യുക. പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന ദുആ എങ്ങനെയായിരുന്നു? ഉമർ റളിയല്ലാഹു ദുആ ചെയ്യുന്ന ദുആ, അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജ്അൽ മൗതി ഫീ വലദി റസൂലിക. അപ്പോൾ ഈ ദുആ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അതിനർത്ഥം എന്താ? അല്ലാഹുവേ, എന്നെ നീ നിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ ഷഹീദായി മരിപ്പിക്കണമേ. ഈ കാണുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ ആണ് ഈ താഴെ പറയുന്നത്. ഒന്ന് സാമൂഹികമായ നേട്ടമുണ്ട്, സാംസ്കാരിക നേട്ടമുണ്ട്, രാഷ്ട്രീയ നേട്ടങ്ങൾ. 3 നേട്ടങ്ങളാണ്. സാമൂഹിക നേട്ടം ഭക്ഷ്യ സുരക്ഷ, യാത്രാ സൗകര്യങ്ങളാണ്. സാംസ്കാരിക നേട്ടങ്ങൾ ഹിജ്റ കലണ്ടർ, ഭരണ സംവിധാനങ്ങൾ. രാഷ്ട്രീയ നേട്ടങ്ങൾ രാഷ്ട്ര വികാസം, സൈനിക നീക്കങ്ങൾ എന്നൊക്കെയാണ്. ഇനി ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊതു ഖജനാവ് എന്നാണ്. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ പൊതു ഖജനാവ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ മുൻവേദക്കാരായ ആളുകൾക്കാണ് അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ. സുലഹ് എന്ന് പറഞ്ഞാൽ സമാധാന കരാർ. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 5-ാമത്തെ പാഠം, തബൂക്ക് യുദ്ധത്തിൽ സഹായങ്ങൾ നൽകിയ സ്വഹാബി ആരാണ്? തബൂക്ക് യുദ്ധത്തിന് സഹായം നൽകിയ സ്വഹാബി ആരാന്ന് ചോദിച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. എന്ത് സഹായമാണ് അദ്ദേഹം നൽകിയത്? അതെ, 600 ഒട്ടകങ്ങളും 1000 ദീനാറുകളും ആണ് നൽകിയത്. എന്താണ്? 600 ഒട്ടകങ്ങളും 1000 ദീനാറുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തത് എന്താ? അല്ലാഹുമ്മ റള അൻ ഉസ്മാന ഫഇന്നി അൻഹു റാദിൻ. അല്ലാഹുവേ, നീ ഉസ്മാനെ തൃപ്തിപ്പെടണം, അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന്. 3-ാമത്തെ ഖലീഫ ആരാണെന്ന് ചോദിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. 3-ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ആ മുസ്ഹഫ് പകർത്തി എഴുതാൻ ചുമതല നിയോഗിക്കപ്പെട്ട സ്വഹാബി. മറ്റൊന്ന്, മുസ്ഹഫിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തത് ആരുടെ കാലഘട്ടത്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്താണ്. ഇനി വേറൊരു ചോദ്യം ഉണ്ടാകുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ തുടക്കം എങ്ങനെയുള്ളതായിരുന്നു? തുടക്കം സമാധാനം ഉള്ളതായിരുന്നു. എന്നാൽ അവസാനമോ? അവസാനം ആഭ്യന്തര കലഹങ്ങൾ, സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയ ആളുടെ പേരെന്താ? ആ മുനാഫിഖിൻ്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു സബ്. അബ്ദുല്ലാഹി ഇബ്നു സബ് ആരാണ്? മുനാഫിഖായ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുക്കെതിരെ കുപ്രചാരങ്ങൾ, കള്ളപ്രചാരങ്ങൾ നടത്തിയ ആളാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് അർഹത എന്നും, അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്തിന് അർഹത എന്നും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് തട്ടിയെടുത്തതാണെന്നും ആണ് അദ്ദേഹം പ്രചരിപ്പിച്ച ആ കള്ളത്തരം. ഇനി മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാ? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി എന്നാണ്. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ 2 ചട്ടക്കുള്ളിലായി ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക.